തിരുവനന്തപുരം കാച്ചാണിക്ക് സമീപം ജോസഫ് ലൈനിനകത്തായിട്ടാണ് നമുക്കിത് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ച വീടാണ്. നമുക്കിപ്പോൾ ഈ ബിൽഡേഴ്സ് വെച്ച വീടല്ല, മകൻ്റെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം വെച്ചൊരു വീടാണ്. അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ടോട്ടലായിട്ട് 5.25 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല അടിപൊളി ഒരു വീടാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോഴത്തേക്കും നമ്മുടെ വഴയിൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മുക്കോലയ്ക്ക് വന്ന് മുക്കോലയിൽ വന്ന് അവിടെ നിന്ന് കാച്ചാണിയിലേക്ക് പോകുന്ന വഴി ഒരു പമ്പുണ്ട്. പമ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി ജോസഫ് ലൈനാണ്. ആ റോഡിങ്ങനെ ഇറങ്ങി ആ ഒരു ഇറങ്ങി താഴെ വരുമ്പോൾ വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിയാം. നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് 300 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. നമുക്കിത് ഈ കാണുന്നത് പോലെയാണ്. വണ്ടി കയറ്റി നമുക്ക് 2 വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഈ സ്ഥലത്ത് തന്നെ സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ജോസഫ് ലൈനിനകത്തൂടെ വേറെ ഒരു റോഡ് ആ മേളിലൂടെ കണ്ടോ, ഈ റോഡ് വഴി നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ്. പക്ഷേ അത് വലിയ വണ്ടി വരത്തില്ല. അത് ജസ്റ്റ് ഒരു എൻട്രൻസ് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്കിതാ ഈ രീതിയിലാണ് മുറ്റം വരുന്നത്. നമുക്കിവിടെ അത്യാവശ്യം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തെങ്ങും തൈയും മാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് മുൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വരാന്ത സ്പേസ്, മുൻവശത്തുള്ള വാതിൽ കട്ടള എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് പ്ലാവിൻ തടിയിലാണ്. ഇതാ ഈ കാണുന്നത് പോലെ, അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഫർണിച്ചർ, നമുക്ക് സോഫ സെറ്റ് ഇങ്ങനെയുള്ള സാധനം എല്ലാം വാങ്ങിയിട്ടിട്ടുണ്ട്. അതെല്ലാം ഉൾപ്പെടെയാണ് വില പറയുന്നത്. ഇനി അതുപോലെ ഇതിനകത്ത് ഇനി ഒരു ചെറിയ രീതിയിലുള്ള പെയിൻറ്റിങ് വർക്ക് പെൻഡിങ് ആണ്. അപ്പോൾ അത് ഫിനിഷ് ചെയ്ത് നീറ്റാക്കി തരും. നമുക്ക് അതുപോലെ ബെഡ്റൂമുകളിലുള്ള കബോർഡ് വർക്കുകൾ പെൻഡിങ് ആണ്. ഒരു ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട്. ആ സെയിം മോഡലിൽ തന്നെ ബാക്കിയുള്ള വർക്ക് റൂമുകളിലും കബോർഡ് വർക്ക് ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും. നമുക്കിതാ ഈ കാണുന്നത് പോലെ സീലിംഗ് വർക്ക് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ലിവിങ് സ്പേസ്. അവിടെ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ് ഏരിയയിൽ ഈ കാണുന്ന പോലെ ഓൾറെഡി ഡൈനിങ് ടേബിൾ എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങളിതൊന്നും വാങ്ങണ്ട, വന്നങ്ങ് താമസിച്ചാൽ മതി. ആ കണ്ടീഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇത് നമ്മുടെ കിച്ചൺ സ്പേസ് ആണ്. കിച്ചണിൽ ഫുള്ളായിട്ട് ഇതുപോലെ സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുകയാണ്. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാം. ഇത് നോക്കി, നല്ല രസമായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ട് വിദേശത്താണ്. അപ്പോൾ റീസെൻ്റായിട്ട് നോക്കിയപ്പോൾ മരുമോളും വന്നിട്ട് ജർമ്മനിയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഇവിടെ വന്ന് താമസിക്കാൻ ആളില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ പുള്ളിക്കാരൻ ഈ വരുന്ന മാസം ഒരു 1.5 മാസത്തെ ലീവിന് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് സെയിൽ നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ വീട്ടിൽ വന്ന് നമ്മൾ ആൾ താമസിച്ചില്ല എന്നുണ്ടെങ്കിൽ വീട് ചുമ്മാ കിടന്നില്ലാണ്ടായി പോകും. നമുക്കിത് ടോട്ടലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 4 ബെഡ്റൂംസ് ഉണ്ട്. പ്ലസ് നമുക്കൊരു ഹോം തിയേറ്റർ കൂടെ വരുന്നുണ്ട്. ഇതിനകത്ത് ഇനി അടുത്തൊരു കോട്ട് പെയിൻറ്റിങ് കൂടെ ഉണ്ട്. ആ പെയിൻറ്റിങ് എല്ലാം ചെയ്ത് നീറ്റാക്കും. അതുപോലെ തന്നെ കബോർഡ് വർക്കും ചെയ്ത് തരുന്നുണ്ടാകും. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു കബോർഡും വരുന്നുണ്ടാവും. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറ, ജാഗ്വാർ അങ്ങനെയുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ബാത്റൂമിനകത്ത് നോക്കുകയാണെങ്കിൽ പൈപ്പ് ഫിറ്റിങ്സ് ആയാലും സാനിറ്ററി വെയർസ് ആയാലും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എടുത്താൽ പൊങ്ങാത്ത ഒരു വലിയൊരു വിളക്കൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ വിളക്കെല്ലാം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. നിങ്ങൾക്ക് അതെല്ലാം ഉപയോഗിക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം. ഇതിലാണ് ഈ ഒരു മോഡലിൽ, അതായത് ഈ ഒരു സെയിം മോഡലിലെ കബോർഡ് എല്ലാ റൂമുകളിലും ചെയ്തു തരുന്നുണ്ടാവും കേട്ടോ. നമുക്കിങ്ങനെ മേളിലൊക്കെ ഇരിക്കാവുന്ന രീതിയിൽ അടിയിൽ സ്റ്റോറേജ് സ്പേസ് അടക്കം നമുക്ക് വലിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതൊരു മോഡൽ വർക്കായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു സെയിം വർക്ക് തന്നെ നമുക്ക് എല്ലാ ബെഡ്റൂംസിലും ചെയ്തു തരുന്നുണ്ടാവും. ഇതിനകത്ത് സെറയുടെ ഫിറ്റിംഗ്, നമുക്ക് ആ ഡൈവേർട്ടറൊക്കെ വരുന്നത് ജാഗ്വാറാണ്. ആ രീതിയിലാണ് ഫിറ്റിങ്സ് വരുന്നത്. നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് ഇങ്ങനെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ പാർട്ടിഷനിൽ നമുക്ക് എന്തെങ്കിലും സാധനം ഡിസ്പ്ലേ വെക്കണമെങ്കിൽ ചെയ്യാം. അതുപോലെ സ്റ്റെയർസ് വന്നിട്ട് ഇത് ഈ ഒരു റെയിലിംഗ് വന്നിട്ട് GIയിൽ ചെയ്ത് തേക്കിൻ്റെ ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുവാണ്. നമ്മുടെ ഈ സ്റ്റെയർസ് നോക്കി, ഇതെല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. തേക്കും തടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ മേളിലേക്ക് കയറുമ്പോൾ നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്ത് നമുക്കിത് ആ പർഗോളാസ് കൊടുത്ത് അവിടെ നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മേളിലായാലും നമുക്കൊരു അലങ്കാര ലൈറ്റൊക്കെ, ഒരു ഫാൻസി ലൈറ്റൊക്കെ സ്ഥാപിച്ച് നീറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ലേഔട്ട് വരുമ്പോൾ 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസും പിന്നെ ഒരു ഹോം തിയേറ്ററുമാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ലേഔട്ട് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ് അടിക്കാനുണ്ട്. അതെല്ലാം നീറ്റായിട്ട് ചെയ്തു തരുന്നുണ്ടാവും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വാതിൽ കൊടുത്ത് ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഹോം തിയേറ്റർ, അതിൻ്റെ സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. അതായത് റൂം ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പോൾ ഇതൊരു ഹോം തിയേറ്ററിനുള്ള സെറ്റപ്പാണ്. അവിടെ ടി വി യൂണിറ്റ് എല്ലാം വെക്കാം, അല്ലെങ്കിൽ പ്രൊജക്ടർ വേണമെങ്കിൽ ആ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരും. ഇത് നമ്മൾ താഴത്തെ നിലയിൽ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ സെയിം രീതിയിൽ തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് അതേ രീതിയിൽ നമുക്കിവിടെ ഒരു ഇരിപ്പിടം ഒരുക്കി ഇവിടെ ആയിട്ട് 3 പാളിയിൽ ഒരു കബോർഡ് ചെയ്തെടുക്കാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ്. സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതാ ഇവിടെ നിന്ന് ഇനി അടുത്തൊരു ബാൽക്കണി സ്പേസിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട്. ബാൽക്കണി സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സ്പേസാണ്. ഇങ്ങനെ കറങ്ങി ഇതുപോലെ ചുറ്റി പോകുന്ന രീതിയിൽ വലിയൊരു ബാൽക്കണി സ്പേസാണ്. ഇവിടെ ഫുള്ളായിട്ട് ടൈലൊക്കെ ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ശരിക്കും നമുക്ക് ഈ ഒരു കാച്ചാണി ഏരിയയിൽ ജോസഫ് ലൈൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു റോഡ് പഞ്ചായത്ത് പുതുതായിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇടയിൽ കുറച്ച് പോസ്റ്റുകൾ നമുക്ക് റോഡിലേക്ക് ഇത്തിരി കയറി നിൽപ്പുണ്ട്. അത് ഉടനെ തന്നെ അവർ പഞ്ചായത്ത് തന്നെ മാറ്റി തരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. നമുക്ക് പക്ഷേ വണ്ടികളൊന്നും കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, കാരണം നമ്മളെ വണ്ടിയും ഇങ്ങോട്ടേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് പ്രോപ്പർട്ടി കിട്ടുന്നത്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. അത് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. നല്ലൊരു പ്രോപ്പർട്ടി. എങ്ങനെയാ വെച്ചാൽ നമ്മളെ ആവശ്യത്തിന് എങ്ങനെ വീട് വയ്ക്കും ആ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും.